നമസ്കാരം സാറേ. ഞാൻ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞിട്ട് കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ആ മോഡ്യൂൾസുകളുടെ പൊസിഷൻ മാറ്റിയായിരുന്നു. മോഡ്യൂൾസ് മാറിയിട്ടുണ്ട്. അത് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ വോൾ യൂണിറ്റ്സ് ഞാൻ കസ്റ്റമർ പറഞ്ഞിട്ട് വെച്ചതല്ല, ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്തതേ ഉള്ളൂ. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ലാസ്റ്റ് ആ വെസ്റ്റ് സൈഡിലെ വോളിലോട്ട് വന്നു കഴിയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഞാനിനി ഓരോ സൈഡായിട്ട് അത് കാണിക്കാം. സൗത്ത് വോള് ഈ സൗത്ത് വോളിൽ നേരത്തെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വിൻഡോ ഉണ്ടെന്ന് മനസ്സിലായി. അയച്ചു തന്ന പ്ലാനിനകത്ത് വിൻഡോ ഇല്ലായിരുന്നു. അത് കാരണമാണ് അത് ആ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അത് കഴിഞ്ഞ് കറക്ഷൻസ് പറഞ്ഞതിനകത്ത് വിൻഡോയുടെ ഓപ്പോസിറ്റ് സിങ്കിൻ്റെ യൂണിറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വിൻഡോയുടെ ഓപ്പോസിറ്റ് സിങ്കിൻ്റെ യൂണിറ്റ്. ഈ സിങ്കിൻ്റെ യൂണിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റും. ഞാൻ ആദ്യം യൂണിറ്റ്സുകൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആ യൂണിറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 2 ഡ്രോയർ 35 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന, അതായത് ഈ 35 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈ ഷട്ടറിൻ്റെ ഹൈറ്റാണ്. 35 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് വരുന്ന 2 ഡ്രോയർ യൂണിറ്റ്. അത് കഴിഞ്ഞാൽ സിങ്കിൻ്റെ യൂണിറ്റ്. ഈ സിങ്കിൻ്റെ യൂണിറ്റിന് ശേഷം കോർണർ യൂണിറ്റ്. ഈ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കോർണർ യൂണിറ്റ്. പിന്നെ മേളിലൊരു കട്ട്ലറിക്കുള്ള യൂണിറ്റ്. ഇത് 17 സെൻറ്റിമീറ്റേഴ്സ് കട്ട്ലറിക്ക്. ഇത് 52 സെൻറ്റിമീറ്റേഴ്സ്. ഇത് 52 സെൻറ്റിമീറ്റേഴ്സ്. പിന്നെ 2D പുള്ളൗട്ടിന് ശേഷം വീണ്ടും കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റൊക്കെ ഡി ട്രേ, എസ് പ്രൊഫൈല്, മാജിക് കോർണർ ഇങ്ങനെയൊക്കെയുള്ള അക്സസറീസുകൾ കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ സ്റ്റോറേജ് നോർമലായിട്ടിരിക്കുന്നതിനകത്താണ് കൂടുതൽ സ്റ്റോറേജും നമുക്ക് ക്ലീനിങ്ങും എല്ലാം സൗകര്യം കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നോർത്ത് സൈഡിലോട്ട് വരുന്നു. ഇത് നോർത്ത് അല്ല, ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിനകത്ത് സൗത്ത് ഹോളിലോട്ട് വരുന്നു. സൗത്ത് ഹോളിനകത്ത് കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഷെൽഫ് കാണും. പിന്നെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് പാൻട്രി യൂണിറ്റ് 60 സെൻറ്റിമീറ്റർ വിത്ത് വരുന്നത്. നമുക്ക് 2 വലിപ്പത്തിലുള്ളത് വരും. അതായത് ഈ വിത്ത് 2 വലിപ്പത്തിൽ വരും. 45 സെൻറ്റിമീറ്ററും വരും, 60 സെൻറ്റിമീറ്ററും വരും. 60 സെൻറ്റിമീറ്ററാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം മാക്സിമം ഗ്രോസറി ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള പാൻട്രി യൂണിറ്റാണ്. ഈ പാൻട്രി യൂണിറ്റിൻ്റെ ഹൈറ്റ് വന്നിട്ട് 210 സെൻറ്റിമീറ്റർ ആയിരിക്കും, 7 ഫീറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ മൈക്രോവേവിന് ഞാൻ ഒരു ബ്രാക്കറ്റിലാണ്. ഈ ബ്രാക്കറ്റിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നോർമൽ സ്റ്റോറേജ്.
നോർത്ത് സൈഡിലോട്ട് പോയി കഴിയുമ്പോൾ GTPT യൂണിറ്റ് ഇവിടെ വാഷ് ചെയ്യുന്നു. ഇവിടെ നമുക്കെടുത്ത് ഈ GTPT യൂണിറ്റ് സിംഗിൾ ഡോർ GTPT യൂണിറ്റ് ഇതിന് ഹൈറ്റിനൊക്കെ ഉണ്ട് 90, 45, 90. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു 90 സെന്റിമീറ്ററിന്റെ വോൾ യൂണിറ്റാണ് കൊടുത്തത്. അപ്പം ഈ നമുക്ക് ഈ കുരുമുളക്, ഉപ്പ്, അതുമാതിരിയുള്ള എല്ലാ ചെറിയ ഡെപ്പിക്കകത്തിരുന്ന സാധനങ്ങളെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് ഇവിടെ തന്നെ വെക്കുന്ന രീതിയിൽ ഇങ്ങനെ സ്പേസും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ഫ്രിഡ്ജ് വന്നു കഴിഞ്ഞിട്ട് സ്പേസും ഉണ്ട്. ഇനി ഞാൻ ഈ ഓരോ യൂണിറ്റും സാറിന് ഫോട്ടോ സഹിതം കാണിച്ചു തരാം. ഫസ്റ്റ് ലെഫ്റ്റ് ഇരുന്ന് തുടങ്ങാം. ലെഫ്റ്റിൽ നമുക്ക് ടാൻഡം ബോക്സിന്റെ 2 ഡ്രോയർ യൂണിറ്റ്, ടാൻഡം ബോക്സിന്റെ 2 ഡ്രോയർ യൂണിറ്റ്, ടാൻഡം ബോക്സിന്റെ 2 ഡ്രോയർ. ഈ ലിങ്കുകളും ഞാൻ സാറിന് ഷെയർ ചെയ്യുന്നുണ്ട്. ടാൻഡം ബോക്സ് ഡ്രോയർ 2D 351 ഹൈറ്റ് വെച്ചുള്ള 2 ഡ്രോയേഴ്സ്. ഇതാണ് ഇതുപോലിരിക്കും. ഇത് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഇതിനകത്തൊന്നും കാണത്തില്ല. കമ്പനിയിൽ നമ്മൾ അക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തിരുന്ന് ടാൻഡം ബോക്സ് അക്സസറീസ് വാങ്ങിച്ചു കൊടുക്കും. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്യാറില്ല. ടാൻഡം ബോക്സ് അവിടെ നിന്ന് വരും. എന്നിട്ട് ഈ ആൻറ്റി സ്ലിപ്പ് മാറ്റ് ഞങ്ങളുടെ ഡീലർ പോയിന്റ് ഇരുന്നുള്ളതാണ്. ആൻറ്റി സ്ലിപ്പ് മാറ്റ് ഇതൊക്കെ ക്ലീനിങ്ങിന്റെ കുറേ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കസ്റ്റമറിന് കോംപ്ലിമെന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ആൻറ്റി സ്ലിപ്പ് മാറ്റ്. ആൻറ്റി സ്ലിപ്പ് മാറ്റിനകത്ത് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഹോൾഡറും അതേപോലെ ഇങ്ങനെ ഒരു കപ്പ് ആൻഡ് സോസറിന്റെ ബാസ്ക്കറ്റും, ഇങ്ങനെ 2 സാധനം ഇതിനകത്ത് നമ്മൾ വെച്ചു കൊടുക്കും. ഇതാണ് 2D പുള്ളൗട്ട്, 2 ഡ്രോയർ. അത് കഴിഞ്ഞാൽ സിങ്കിന്റെ യൂണിറ്റ്. സിങ്കിന്റെ യൂണിറ്റ്. ഈ സിങ്കിന്റെ യൂണിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു ഡിറ്റർജന്റും അതേപോലെ വേസ്റ്റ് ബിന്നുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് തന്നെ നമുക്കും ഇത് വരുമ്പോൾ ഇതുപോലെ ഡിറ്റർജന്റിന്റെ റാക്കും വേസ്റ്റ് ബിന്നും ഇതിനകത്ത് തന്നെ ഇതുപോലെ 2 വേസ്റ്റ് ബിന്ന്, ഇതുപോലെ രണ്ട് ടൈപ്പ് വേസ്റ്റ് ബിൻസ് ഉണ്ട്. ഈ സിലിണ്ടറിക്കൽ ടൈപ്പും ഉണ്ട്, അതേപോലെ ഈ ഡ്രോയർ ടൈപ്പും ഉണ്ട്. ഡ്രോയർ ഡോറിലായിരിക്കത്തില്ല, കാർക്കസിനകത്തായിരിക്കും. അപ്പം അത് ഏത് വേണമെന്ന് പറയുവാണെങ്കിൽ ആ രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതാണ് സിങ്കിന്റെ ഇൻസൈഡ് യൂണിറ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ കോർണർ യൂണിറ്റ്. കോർണർ നമുക്ക് പല ടൈപ്പ് ഓഫ് കോർണർ യൂണിറ്റ്സ് ഉണ്ട്. നമുക്ക് ഈ സിങ്കിന്റെ യൂണിറ്റ് കറക്റ്റായിട്ട് വിൻഡോയുടെ അവിടെ വരുന്നത് കാരണം ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് മാറ്റിയിട്ട് ഞാൻ സിംഗിൾ ഡോർ കോർണർ ആണ് വെച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കെല്ലാം ഡബിൾ ഡോർ കോർണർ ആയിരുന്നു. ആ കോർണർ യൂണിറ്റ് മാറ്റിയിട്ട് ഇതുപോലെ സിംഗിൾ ഡോർ കോർണർ യൂണിറ്റാണ്. ഈ കോർണർ യൂണിറ്റ് നോർമൽ കോർണർ യൂണിറ്റ് എന്ന് പറയുന്നത് നോർമൽ കോർണർ യൂണിറ്റ്. ഇതാണ് നോർമൽ കോർണർ യൂണിറ്റ്. ഇങ്ങനെ ഇരിക്കും. ഇതുവഴി നമുക്ക് സാധനങ്ങൾ വെക്കാനും എടുക്കാനും എല്ലാം സൗകര്യപ്രദമായിരിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഈസ്റ്റ് സൈഡിൽ കോർണർ യൂണിറ്റ് കഴിഞ്ഞാൽ ഡബിൾ ഡ്രോയർ. നേരത്തെ നമ്മൾ സിംഗിൾ ഡ്രോയറും താഴെ ഡബിൾ ഡോറും ആയിരുന്നു ഇട്ടിരുന്നത്. ഇത് രണ്ടും ഡബിൾ ഡോറാണ്. നേരത്തെ നമ്മൾ ഇട്ടിരുന്നത് സിംഗിൾ ഡ്രോയർ വിത്ത് ഡബിൾ ഡോർ ആയിരുന്നു.
ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് ഡബിൾ ഡ്രോയർ ആണ്. ഈ ഡ്രോയർ വന്നിട്ട് മേളത്തേത് 17 സെന്റിമീറ്ററും താഴത്തേത് 52 സെന്റിമീറ്റർ. 52 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ സാറിന് ഒരു 5 ലിറ്ററിന്റെ കുക്കർ വരെ സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കും. അപ്പം ഈ ഹോബിന്റെ താഴെ നമുക്ക് എപ്പോഴും എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഫ്രൈയിങ് പാന്, ഒരു കുക്കറ്, അതുമാതിരിയുള്ള എല്ലാ സാധനവും ഇതിന്റെ താഴ്വശത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് 52 സെന്റിമീറ്റർ, ഇത് 17 സെന്റിമീറ്റർ. ഈ 17, 52 എന്ന് പറയുന്നത് ഈ ഷട്ടറിന്റെ ഹൈറ്റ് ആണ്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാ പറഞ്ഞത്. ഇതിന്റെ ഒരു ഫോട്ടോ ഇതാണ്. ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം ടാൻഡം ബോക്സിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ പ്ലെയിൻ ആയിട്ടേ വരത്തുള്ളൂ. ഞാൻ എന്നിട്ട് കസ്റ്റമറിന് അകത്ത് ആന്റി സ്ലിപ്പ് മാറ്റും, ഇതുപോലെ കട്ട്ലറിയുടെ ഒരു ട്രേയും, താഴെ നമ്മൾ ഇതുപോലെ ആന്റി സ്ലിപ്പ് മാറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് താഴത്തേക്ക് ഒരു ഇതുപോലെ പ്ലേറ്റ് ഹോൾഡറോ അല്ലെങ്കിൽ ഇതുപോലെ PVCയുടെ പ്ലേറ്റ് ഹോൾഡേഴ്സ് വെച്ച് കൊടുക്കും. ഇതൊക്കെ ഡീലർ പോയിന്റ് ഇരുന്ന് വരുന്ന. അത് കഴിഞ്ഞാൽ 2D പുള്ളൗട്ട്. അപ്പോൾ ഈ 2D പുള്ളൗട്ടിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഈ നമ്മൾ ഗ്യാസിന്റെ ഈ 2 ഡ്രോയർ വരുമ്പം ഈ ഗ്യാസിന്റെ പൈപ്പ് ഇതിന്റെ നേരെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ചില കസ്റ്റമർ പറയും ഞങ്ങൾക്ക് രാത്രി റെഗുലേറ്റർ ഓഫ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പൈപ്പ് ഇതുവഴി വന്ന് ഇങ്ങനെ കയറി വരും. ഇവിടെ ആയിരിക്കും വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ റെഗുലേറ്റർ വരും, എന്നിട്ട് ഇങ്ങനെ കയറി വരും. അത് അടുത്ത ഡിസ്കഷൻ വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇത് 2D പുള്ളൗട്ട്. 2D പുള്ളൗട്ടിന്റെ ഫോട്ടോ ഇതിനകത്താണ്. 1 ലിറ്ററിന്റെ കുപ്പി മേളിലും താഴെയും വെക്കാൻ പറ്റും. 2D പുള്ളൗട്ട് ഡ്രോയർ, 2D പുള്ളൗട്ട്. ഇത് അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ടൈപ്പ്. ഇതൊരു ടൈപ്പ്. ഇത് വയർ ബാസ്ക്കറ്റ് വരുന്ന ടൈപ്പ്. ഇത് അല്ലാതെ ഇതെല്ലാം അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടൈപ്പ്. ഇത് ടാൻഡം ബോക്സ് ടൈപ്പ്. ഇത് 2D പുള്ളൗട്ട് ടാൻഡം ബോക്സ് ടൈപ്പ്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് കസ്റ്റമറിന് ഏത് ടൈപ്പ് വേണം എന്നുള്ളത്. ഇത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയർ ആയിരിക്കും. ഇതായിരിക്കും നോർമലി നമുക്ക് കൂടുതൽ പോകുന്നത്. 2D പുള്ളൗട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കോർണറി ഉണ്ട്. നേരത്തെ കാണിച്ച അതേപോലെ തന്നെ നോർമൽ കോർണറി ഉണ്ട്. കണ്ടോ, ഇത് 1000 mm അല്ലെങ്കിൽ 1 മീറ്റർ നീളമാണ്. അപ്പോൾ നമുക്ക് ഡോർ വന്നിട്ട് 40 സെന്റിമീറ്റേഴ്സും അകത്ത് ഡെപ്ത് 60 സെന്റിമീറ്റേഴ്സും. നമുക്ക് വലിയ പാത്രങ്ങൾ വെക്കാനും എടുക്കാനും എല്ലാം സൗകര്യമായിരിക്കും. സൗത്ത് വാള്, ക്യാമറ, കോർണർ യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ പാൻട്രി യൂണിറ്റ്. നോർമൽ പാൻട്രി യൂണിറ്റ് പല ടൈപ്പ് ഉണ്ട്. നോർമൽ ഷെൽഫ് ഉള്ളതുണ്ട്, ഷെൽഫ് മാത്രം തട്ട് മാത്രം വരുന്ന ടൈപ്പ് ഉണ്ട്. അത് തന്നെ 2 ഡോർസ് ഉണ്ട്. മേളിൽ ഗ്ലാസും താഴെ ഡ്രോയറും വരുന്ന ടൈപ്പ് ഉണ്ട്. ഫുള്ള് ഡ്രോയർ വരുന്ന ടൈപ്പ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഈ പാൻട്രി യൂണിറ്റിന്റെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ അകത്ത് ഇതെല്ലാം നമുക്ക് പൊസിഷൻ മാറ്റാം. ഇത് തന്നെ ഈ വീഡിയോയും കൂടെ സാറിന് അയച്ചു തരുന്നുണ്ട്. ഈ ലിങ്ക് എല്ലാം അയച്ചു തരുന്നുണ്ട്. അപ്പം സാറിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാൻ പറ്റും. പാൻട്രി യൂണിറ്റ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ വീണ്ടും വോൾ യൂണിറ്റിലോട്ട് പോകുന്നു. വോൾ യൂണിറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നോർത്ത് വോളിൽ നിന്ന് തന്നെ തുടങ്ങാം. നോർത്ത് വോളില് ഈ GTPT ഉണ്ട്, ഗ്ലാസ് ട്രേ ആൻഡ് പ്ലേറ്റ് ട്രേ യൂണിറ്റ്. ഇത് സിംഗിൾ ഡോർ ആണ്. 60 സെന്റിമീറ്ററിനെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ GTPT യൂണിറ്റ് ഇത് 40 സെന്റിമീറ്ററിന്റെ ആണ്. ഈ GTPT യൂണിറ്റ്, അതായത് ഇത് 45 സെന്റിമീറ്റർ. ഇത് നടുക്ക് തട്ടില്ല.
പക്ഷെ നമ്മുടേത് വരുമ്പം നടുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതും കൂടെ വരും. അതായത് ഇതുപോലെ സെയിം എക്സാക്ട് ഇതുപോലെ. ഇതൊക്കെ ഒരു ശ്രദ്ധിച്ചു നോക്കിയാൽ സാറിന് കാണാം. ഈ നമ്മുടെ സെറാമിക് പ്ലേറ്റ് മാത്രമല്ല, നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്ലേറ്റുകൾ വരെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ നോർമൽ കിട്ടുന്ന അക്സസറീസിനകത്തൊന്നും ഈ ഗ്യാപ്പ് കാണത്തില്ല. അതേപോലെ തന്നെ വെക്കാൻ എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. ഇപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും സുഖമായിട്ട് ഇതിനകത്ത് ക്ലീൻ ചെയ്തിട്ട് അകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് GTPT യൂണിറ്റ്. ഈ GTPT യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ 90 സെന്റിമീറ്ററിന്റെ ഒരു യൂണിറ്റ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 90 സെന്റിമീറ്റർ. ഈ 90 സെന്റിമീറ്ററിന്റെ തൊട്ട് ഇപ്പുറേ സാറിന് ഒരു സ്പേസർ കാണാം. ഈ സ്പേസറൊക്കെ വരുന്നത് നമുക്ക് ആ ഡോറും ഭിത്തിക്ക് ഈ പറഞ്ഞ ഇത് ഉണ്ടെങ്കിൽ, ടിൽറ്റിങ് ഉണ്ടെങ്കിൽ ആ ഡോറിനിട്ട് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയും പിന്നെ അതൊരു ഭംഗിക്ക് വേണ്ടിയും കൂടെയാണ് ആ സ്പേസേഴ്സ് ഒക്കെ വരുന്നത്. അത് നോർമൽ അവിടെയൊക്കെ നമ്മൾ സ്പേസർ യൂസ് ചെയ്യും. അത് ഈ 90 സെന്റിമീറ്ററിന്റെ വോൾ യൂണിറ്റ് 60 സെന്റിമീറ്റേഴ്സ്, വോൾ യൂണിറ്റ് 90 സെന്റിമീറ്റേഴ്സ്. ഇതുപോലെ 90 സെന്റിമീറ്റേഴ്സ് തുറന്നു കഴിഞ്ഞാൽ 90 സെന്റിമീറ്ററിന്റെ യൂണിറ്റ്. 90 സെന്റിമീറ്ററിന് യൂണിറ്റ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ താഴ്വശത്ത് മേളിലോട്ട് പൊക്കാം. ഞാൻ എന്നാ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതേ ഹൈറ്റിൽ തന്നെയാണ് ഇതും പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ താഴ്വശത്ത് 30 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. ഈ ഗ്യാപ്പ് 30. ഇതിപ്പം 70 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇത് ഒരു 30-35 സെന്റിമീറ്ററേ കാണത്തുള്ളൂ. അപ്പം അതൊരു കാര്യം. അപ്പോൾ നമുക്ക് താഴെ പെട്ടെന്ന് ഈ ഇതുമാതിരിയുള്ള ഗ്രോസറി ഐറ്റങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ്, ഉപ്പുമുളക് അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സാറിൻ്റെ സൗത്ത് വാള് ഇവിടെ വരുന്നത് സ്റ്റോറേജ്, നോർമൽ സ്റ്റോറേജ്. അതിൻ്റെ വോൾ യൂണിറ്റിൻ്റെയും ഫോട്ടോയെ വോൾ യൂണിറ്റ്സ് ഇതുപോലെ ക്ലിയർ അല്ലേ? ഇനി ഈ സ്പേസേഴ്സ് ഉണ്ട്. സ്പേസേഴ്സ് എവിടെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു സ്പേസർ ഉണ്ട്. ഇത് ഒന്ന്. ഇതൊക്കെ ഈ ഭിത്തിക്കുള്ള ടിൽറ്റിങ് ഈ വോൾ യൂണിറ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു സ്പേസർ ഉണ്ട്. ഇവിടെയായിട്ട് ഇവിടെ ഒരു സ്പേസർ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പേസർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഈ പ്ലഗ് പോയിന്റ്സ് എല്ലാം ഇപ്പൊ സൈറ്റിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ നോർത്ത് സൈഡിൽ നമുക്ക് ഈ വോൾ യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ ഈ പോയിന്റ് വരുന്നുണ്ട്. ഈ പോയിന്റ് ഒന്നും പുതിയതാക്കണ്ട, ഇതൊക്കെ കുറച്ച് താഴോട്ട് ഈ പറഞ്ഞ് ഇറക്കിയാൽ മതി. അപ്പം ആ പൈപ്പ് വെച്ച് അവർ വീണ്ടും താഴോട്ട് ഇറക്കി തരും. അതൊരു അങ്ങനത്തെ കറക്ഷൻസ് ഒക്കെ നമ്മൾ ഡ്രോയിങ്ങിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ കൂടെ നിന്ന് അത് ചെയ്യിപ്പിക്കും. ഇത് സിങ്കിന്റെ ഹോബിന് വേണ്ടിയുള്ള പോയിന്റ് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. സൗത്ത് വോളിൽ വരുമ്പോഴും പോയിന്റുകൾ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിലുള്ള പോയിന്റ് കറക്റ്റാണ്. ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ 2 പോയിന്റ് ഉണ്ട്. മൈക്രോവേവ് 2 പോയിന്റ് ഈ സ്ഥലത്തുണ്ട്. ഫ്രിഡ്ജിന്റെ പോയിന്റ് കറക്റ്റാണ്. ഈ മൈക്രോന്റെ പോയിന്റ് ശരിക്കും ഇതിന്റെ ബാക്കിലായി. അപ്പൊ അങ്ങനെ ഇലക്ട്രിക്കൽ ഇത് പുതിയത് എടുക്കേണ്ട കാര്യമില്ല. നിലവിലുള്ളത് ഒന്ന് പൊസിഷൻ മാത്രം ഒന്ന് മാറ്റിയാൽ മതി. പിന്നെ നമുക്ക് ഹോബിന്റെ പോയിന്റ്, ഹുഡിന്റെ പോയിന്റ്
അതേപോലെ തന്നെ സിങ്കിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ വെസ്റ്റ് വാളിനകത്ത് നമ്മൾ എന്നാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറേജ്. അപ്പം ഈ താഴത്തെ സ്ഥലത്ത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റലിനകത്ത് വരുന്ന വെസൽസ്, ഫ്രൈങ് പാന്, തവ, കടായി അങ്ങനത്തെ സാധനങ്ങളെല്ലാം വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ടോൾ യൂണിറ്റിനകത്ത് ഗ്രോസറി ഐറ്റംസ് മുഴുവനും കയറുന്നു, സ്റ്റാപ്പിൾസ് ഫുള്ള് കയറുന്നു. ഇവിടെ നമ്മൾ ക്രോക്കറി ഐറ്റങ്ങൾ, അതായത് നിത്യം നമ്മൾ ഉപയോഗിക്കുന്നതല്ല, എന്നാൽ ഗസ്റ്റ് വരുമ്പോൾ എടുക്കുക വെക്കുക അങ്ങനത്തെ സാധനങ്ങൾ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറും കിച്ചണ്. അപ്പോൾ അതിനു വേണ്ടി ആണ് ഇവിടെ ലോഫ്റ്റ് യൂണിറ്റ് കൊടുത്തത്. ഈ യൂണിറ്റ് നോർമൽ ഈ തടിയിലൊക്കെ ചെയ്യുമ്പോൾ എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ലോഫ്റ്റ് യൂണിറ്റ് നേരെ ഇവിടെ ഇതിൻ്റെ മേളിൽ കൊടുക്കും. അത് എന്നാ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് താഴെ 60 സെൻറ്റിമീറ്റർ ഡെപ്തും മേളിലോട്ട് ഒരു 45-35 ഡിഗ്രി ആംഗിളിൽ ഇരുന്ന് വേണം എടുക്കാൻ. അപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇത് സാറിന് നേരെ ഇതിന് താഴെ നിന്നുകൊണ്ട് തന്നെ തുറക്കാൻ എടുക്കുന്നത് കാരണം അത് ഇൻകൺവീനിയൻസ് ആകത്തില്ല. ഒരു ലാഡർ, സ്മോൾ ലാഡറിൻ്റെ മാത്രമേ ആവശ്യം വരത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മുടെ സൈറ്റിനകത്തൊരു ഇത് ശ്രദ്ധിക്കേണ്ട ഭാഗം എന്നാന്ന് പറഞ്ഞാൽ ഈ ചിമ്മിനിയുടെ എക്സോസ്റ്റ് നേരെ ഈ സിറ്റ് ഔട്ടിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഹോളിൽ ഇത് വരും. അങ്ങനെ ഫ്രണ്ടിൽ വേണ്ട എന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് എടുക്കേണ്ടി വരും. അപ്പം ഈ സൈഡിലോട്ട് ഈ ഇത് പാനൽ പോകുന്നത്, ഫ്ലെക്സിബിൾ ഹോസ് പോകുന്നത് കാണാൻ പറ്റും. അത് കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാഡിങ് പോലത്തെ സാധനമുണ്ട്, അത് വെച്ച് വേണമെങ്കിൽ അത് മറയ്ക്കാം. കോംപ്ലിക്കേഷൻ അങ്ങനെ പോകാതെ ഈ പറഞ്ഞ നേരെ ഇതിലോട്ട് വിട്ടാൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ ഈ ഫ്ലെക്സിബിൾ ഹോസ് ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് മറയ്ക്കാനുള്ള ക്ലാഡിംഗ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ സാറേ, താങ്ക് യു.